Representative Ms. Divya Dinaya. Alvinus Akhil Shashidhar. Our energetic school head boy, Master Arul Jain of 11B. Our vibrant school head girl, Ms. Sri Lakshmi of class 11B. The majestic arrival of our chief guests and other dignitaries. We welcome you all to this auspicious occasion. 11th-12th പഠിച്ച ഓക്കെ ആദ്യമേ എനിക്ക് വലിയ പ്രസംഗമൊന്നും പറയാറിയത്തില്ല, ഞാൻ സംസാരിക്കാം. ഓക്കെ, സോ ഞാൻ എൻ്റെ സ്കൂളിൽ 11th-12th പഠിക്കുന്ന ടൈമിൽ എന്താ പറയുക, ആനുവൽ ഡേയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഇത്രയും വർഷത്തിന് ശേഷം ഇന്നാണ് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ആനുവൽ ഡേന് വന്നത്. ഓക്കെ, സോ എൻ്റെ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അച്ഛനും അമ്മയ്ക്ക് ആ കുട്ടി കണ്ടുപിടി ഈ കുട്ടി കണ്ടുപിടി എന്ന് കേട്ട് വളർന്നൊരു കുട്ടിക്കാലമായിരുന്നു. പഠിക്കാനാണെങ്കിൽ തീരെ മോശം, കാരണം മിക്കുള്ള എക്സാംസും ഫെയിൽ ആകുമായിരുന്നു. ഓക്കെ, സോ എൻ്റെ 11th-12th എന്ന് പറയുന്ന ഒരു മെഷീൻ പോലെയായിരുന്നു. കാരണം ഞാൻ രാവിലെ 3:30 എണീക്കും, അമ്മ അടിച്ചെണീപ്പിക്കും. ഓക്കെ, എന്നിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കും. 5 മണിക്ക് അടുത്ത ട്യൂഷൻ, 7 മണിക്ക് സ്കൂളിൽ വരും. ഇത് കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ട്യൂഷൻ, അത് കഴിഞ്ഞ് 9 മണിക്ക് വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങും. ഇത് തന്നെയായിരുന്നു 11th-12th. ഞാൻ ഒരു മൂവി പോലും 11th-12th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ കണ്ടിട്ടില്ല. ഓക്കെ, ആ ഒരു എനിക്ക് തോന്നുന്നു 11th എനിക്ക് ഇത്രയും വീട്ടിൽ നിന്നെല്ലാം നല്ല പ്രോത്സാഹനവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും എന്താ പറയുക, പഠിത്തത്തിൽ എൻ്റെ ഐക്യൂന് അത്ര പറ്റുന്ന അത്ര എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. സോ 11th എനിക്ക് മാർക്ക് കുറഞ്ഞു. അങ്ങനെ കുറച്ച് ടീച്ചേഴ്സ് എല്ലാം എൻ്റെ വീട്ടിൽ വന്നിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞു, റോബിന് എക്സാംസിന് മാർക്ക് കുറവാണ്, സോ 11th പാസ്സായി 12th പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അച്ഛനും അമ്മയ്ക്ക് അത് കേട്ട് നല്ല വിഷമമുണ്ടായി. അപ്പം ഇന്ന് അതേ എൻ്റെ വീട്ടിൽ എൻ്റെ ടീച്ചേഴ്സ് എല്ലാം വന്നിട്ട് സ്കൂളിൽ ഗസ്റ്റായിട്ട് വരണമെന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം
ആ ഒരു സ്റ്റേജിൽ നിന്നും ഇതുവരെ എത്താനായിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു, ഹാർഡ് വർക്ക് ചെയ്തു. എനിക്ക് ആ ഒരു ടൈമിലൊന്നും ലൈഫിനെ പറ്റി റിയലൈസേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് വരുന്നു, എന്തിനു വേണ്ടി പഠിക്കുന്നു, മാർക്ക് മേടിക്കണം, ഇത് മാത്രമേ ഉള്ളൂ. ലൈഫിലേക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ലൈഫിലേക്ക് ചെയ്യേണ്ടത് അങ്ങനെയൊന്നുമില്ല. ബുക്സ് നോക്കുന്നു, പഠിക്കുന്നു. കാരണം എൻ്റെ ടീച്ചേഴ്സ്, കാരണം എൻ്റെ ഗുരുനാഥന്മാരെ ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നു. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം കടമ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എക്സലന്റ് ആയിട്ട് എന്താ പറയുക, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പോഴും കാണാൻ പറ്റി. സോ ഒരുപാട് സന്തോഷം. ആൻഡ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും കാണാൻ തന്നെയാണ് എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ 11th 12th കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. MBBS പഠിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടറായിട്ട് GG ഹോസ്പിറ്റലിൽ ഒരു 7 വർഷം വർക്ക് ചെയ്തു. സോ അതിൻ്റെ കൂട്ടത്തിലാണ് എന്താ പറയുക, എൻ്റെ പാഷൻ എന്നുള്ള രീതിയിൽ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങിയത്. അപ്പം ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രെസ് നേരിടുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് എന്താണ് ശരി എന്താ തെറ്റെന്ന് പറഞ്ഞു തരാനോ എനിക്കൊരു മോട്ടിവേറ്റർ ഉണ്ടായിരുന്നില്ല. സോ അപ്പം അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഒരു മോട്ടിവേറ്റർ ആകാനാണ് ഞാൻ ശ്രമിച്ചത്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരെയും ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, ഒരുപാട് പേരെ ഗൈഡ് ചെയ്യാൻ ശ്രമിച്ചു. സോ അതിനോടൊപ്പം എൻ്റെ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു പാഷനും പ്രൊഫഷനും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മളൊരു കാര്യം സിൻസിയർ ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റും. കാരണം അതിനുള്ള ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ GG ഹോസ്പിറ്റലിൽ 12 hours കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ് ഞാനൊരു 7.5 വർഷം ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് എൻ്റെ പാഷനും ഗ്രാജുവലി ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തി അതിനുവേണ്ടി എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നത്. സോ അതെന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ ഒരു ഷോ വരെ എത്തിച്ചു. എന്താ പറയുക, ബിഗ് ബോസ് എന്നെ തേടി വന്നതല്ല, ഞാൻ ബിഗ് ബോസിനെ തേടി ചെന്നതാണ്. അപ്പം എനിക്കൊരു ചാൻസ് തരണം, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരണം, എനിക്ക് ഓഡിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ശരി ഓക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ഒരു ചാൻസ് തന്നു. സോ അതിൽ കിട്ടിയ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ മാക്സിമം നമ്മളെ എഫേർട്ട് എല്ലാം നമ്മൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. സോ അങ്ങനെ ആ ഒരു ഷോ കാരണമാണ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടെ വന്ന് നിൽക്കാനുള്ള മെയിൻ ഒരു റീസൺ. ആൻഡ് എനിക്കറിയാം എന്നെ ബിഗ് ബോസിൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഔട്ടായപ്പോൾ ഒരുപാട് പേര് വിഷമിച്ചു എന്ന് അറിഞ്ഞു, മനഃപൂർവ്വം വിഷമിപ്പിച്ചതല്ല. പക്ഷെ എന്നിരുന്നാലും എന്താ പറയാ, ആ ഒരു ഷോ ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് നമ്മളെ കുട്ടികള് പഠിച്ചു കഴിഞ്ഞാൽ വലിയ മാർക്കുകൾ മേടിച്ചു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് പേര് റാങ്ക് മേടിക്കുന്നത്, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എല്ലാം മേടിക്കുന്നുണ്ട്. പക്ഷെ ഇൻ കേസ് നമ്മളെ കൊണ്ട് റാങ്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ലൈഫിൽ ഇൻ കേസ് ഫെയിൽ ആയാലും ആ ഫെയിൽ ആയെടുത്ത് നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏതൊരുത്തരും ലൈഫിൽ സക്സസ് എത്താൻ പറ്റും. കാരണം അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ. കാരണം എൻ്റെ ഏറ്റവും വലിയ ടാലന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഹാർഡ് വർക്ക് തന്നെയാണ്. എൻ്റെ ഹാർഡ് വർക്ക് മാത്രമാണ് എന്നെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. സോ ലൈഫിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു വിൽ പവർ, ഒരു വില്ലിങ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇൻ കേസ് ലൈഫിൽ ഞാൻ 100ൽ 120 പ്രാവശ്യം വീണ് പോയാലും 121ാമത്തെ പ്രാവശ്യം ഞാൻ അടുത്ത കാലെടുത്ത് വെക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് എന്നെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. ആൻഡ് എന്താ പറയാ, എൻ്റെ സ്കൂളിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഞാൻ 12th കഴിഞ്ഞതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു സ്കൂളിൽ വരുന്നത്. അപ്പം എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. കാരണം ടീച്ചേഴ്സിനെ എല്ലാം തിരിച്ച് കാണാൻ പറ്റി. എന്താ പറയാ, ഒരുപാട് പേര് എന്താ പറയാ, പഴയ മെമ്മറീസ് എല്ലാം തിരിച്ച് റെക്കലക്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലൈഫിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പോകാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഡ്രഗ്സ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നശിച്ചു പോവാം. അതല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ ലൈഫിൽ മുന്നേറി നമുക്കൊരു എന്താ പറയാ, ലൈഫിൽ വലിയ ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാന്നേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഈ ഒരു 32 വയസ്സിലും ഞാൻ ഇതുവരെയായിട്ടും കള്ളുടി കേസ് ഒന്നും ചെയ്തിട്ടില്ല. അതെൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അതെൻ്റെ ചോയ്സ് ആയിരുന്നു. കാരണം എൻ്റെ ലഹരി എന്ന് പറയുന്ന ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സോ ആൻഡ് താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹം എനിക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു മൂവി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക്സ് ഒക്കെ ഗ്രാജുവലി നടക്കുന്നുണ്ട്. അതിനോടൊപ്പം എൻ്റെ കല്യാണം വരെയാണ്. സോ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ്
എന്താ പറയുക, ഞാൻ എപ്പോഴും എൻ്റെ ഒരു കോട്ടായിട്ട് പറയുന്നത് എൻ്റെ വീഴ്ചകളാണ് എൻ്റെ ഇൻസ്പിറേഷൻ. സോ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ കാലുവഴുതി വീണ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും തളരരുത്. അടുത്ത ഒരു ചുവടെടുത്ത് വെച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നവരെയും അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും സാധിക്കാൻ പറ്റും. അതിനുള്ള ഒരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ. അപ്പം ജീവിതത്തിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് ഒരുപാട് മാർക്ക് മേടിച്ച് അവരെ വലിയ വലിയ പൊസിഷനിൽ എത്തുന്നതിൻ്റെ കൂടെ അവരൊരു നല്ല മനുഷ്യനാക്കാനുള്ള ക്വാളിറ്റിയുള്ള മനുഷ്യനാക്കാനും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം ഒരുപാട് മാർക്കുകളെക്കാട്ടിയും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, ക്വാളിറ്റിയുള്ള മനുഷ്യൻ തന്നെയാണ്. സോ അപ്പം നല്ലൊരു ജനറേഷൻ നമുക്കുണ്ടാവട്ടെ. ആൻഡ് എൻ്റെ സ്കൂളിലേക്ക് ഇനിയും എന്താ പറയാ, ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഒക്കെ നേടാൻ സാധിച്ചിട്ട് വീണ്ടും എനിക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you, sir.